യൂട്യൂബ് സ്റ്റുഡിയോയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മാറ്റങ്ങൾ വരുന്നു, ആ മാറ്റം മാറിപ്പോകുന്നു, പഴയ പോലെയാകുന്നു. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യൂട്യൂബ് സ്റ്റുഡിയോയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ കൺഫ്യൂഷനിലാണ്. പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്തവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ ഈ യൂട്യൂബ് സ്റ്റുഡിയോ എങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൽ യൂട്യൂബ് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ ഫൈനലായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ യൂട്യൂബ് ഇതിനെ ഓൾമോസ്റ്റ് ഫൈനലാക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. അതായത് ന്യൂ വേസ് ടു ഗെറ്റ് ക്വിക്ക് ഇൻസൈറ്റ്സ് ഇൻ യുവർ ചാനൽ വിത്ത് എ റീഡിസൈൻഡ് കണ്ടന്റ് ടാബ്. അതായത് നിങ്ങളുടെ ഈ കണ്ടന്റ് ടാബിനെ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയെ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. അവിടെ കാണിക്കുന്ന ഓരോ ബട്ടൺസും അതിൻ്റെ അർത്ഥം എന്താണ് ഇത് നമ്മൾ കറക്റ്റായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ നോക്കുക. ന്യൂ വേസ് ടു ഗെറ്റ് ക്വിക്ക് ഇൻസൈറ്റ്സ് ഇൻ യുവർ ചാനൽ വിത്ത് എ റീഡിസൈൻഡ് കണ്ടന്റ് ടാബ് എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവരിവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മിക്ക വീഡിയോസിലും ഇപ്പം നോട്ടീസസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരിക്കും. ഇത് പറഞ്ഞും പലരും ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു. ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്തെങ്കിലും പാട്ടുകളോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും, അതല്ലെങ്കിൽ ഷോർട്സ് പോളിസി കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വീഡിയോയുടെ വിസിബിലിറ്റി, അത് പബ്ലിക് ആണോ, പ്രൈവറ്റ് ആണോ, അൺലിസ്റ്റഡ് ആണോ, എന്താണെങ്കിലും അത് കാണിച്ചിട്ട് അതിൻ്റെ താഴെയായിട്ടായിരുന്നു ഈ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കാണിച്ചിരുന്നത്. ഇവിടെ നോക്ക്, ഇവരിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇനി മുതൽ ഇങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഈ വിസിബിലിറ്റിയിൽ കാണിക്കത്തില്ല. ഈ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും എല്ലാം ഈ നോട്ടീസസ് എന്ന് പറഞ്ഞ് ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇതിനുള്ളിലായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ നോട്ടീസസിനുള്ളിൽ എന്തൊക്കെ ബട്ടൺസ്, എന്തൊക്കെ ഐക്കോൺസ് ആണ് ഇവർ കാണിക്കാൻ സാധ്യതയായിട്ടുള്ളത്, അതുപോലെ ഇതിൻ്റെ ഓരോ ബട്ടൺസിൻ്റെയും മീനിങ് എന്താണ്, ഇത് കറക്റ്റായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നോക്കുക, വീഡിയോ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ വീഡിയോയിലും നോട്ടീസസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ടീസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണിക്കുന്നത് ചെക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കാണിച്ചെന്ന് വരാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ യൂട്യൂബ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ചെക്കിങ്ങിൻ്റെ സിമ്പിളായിരിക്കും ഈ നോട്ടീസസിനുള്ളിൽ കാണിക്കുന്നത്. അതിനുശേഷമുള്ളത് പാർഷ്യൽ ലിമിറ്റേഷൻ, അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ലിമിറ്റേഷൻ, ഈ റെഡ് ബട്ടൺ ആണ് കാണിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നോക്ക്, ഇൻഡിക്കേറ്റ്സ് എ കംപ്ലീറ്റ് ലിമിറ്റേഷൻ സച്ച് ആസ് എ വീഡിയോ ബീയിങ് ബ്ലോക്ക് ഓർ ഇൻഎലിജിബിൾ ടു ഏൺ. അതായത് നിങ്ങളുടെ വീഡിയോ എല്ലാ സ്ഥലങ്ങളിലേക്കും ബ്ലോക്ക് ചെയ്തെന്ന് വരാം, ആരിലേക്കും നിങ്ങളുടെ വീഡിയോ എത്തത്തില്ല. അതുപോലെ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ ഈ പർട്ടിക്കുലർ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഒട്ടും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. ഇതാണ് ഈ ഒരു റെഡ് ബട്ടൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു യെല്ലോ ബട്ടൺ ആണെങ്കിൽ, ഈ കാണിക്കുന്നത് പോലുള്ള ഒരു യെല്ലോ ബട്ടൺ ആണെങ്കിൽ അത് പാർഷ്യൽ ലിമിറ്റേഷൻ ആണ്. ഇവിടെ നോക്ക്, യെല്ലോ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് എ പാർഷ്യൽ ലിമിറ്റേഷൻ ലൈക്ക് ലിമിറ്റഡ് ആഡ് ഏർണിങ്സ് ഓർ ആൻ ഏജ് റെസ്ട്രിക്ഷൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ പർട്ടിക്കുലർ വീഡിയോ അത് 18 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ ഇവിടെ ഈ യെല്ലോ ഐക്കോൺ കാണിച്ചെന്ന് വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ചില സമയത്ത് നിങ്ങളുടെ ചില വീഡിയോസ് ചില പാട്ടുകൾ കാരണമായിരിക്കാം ഈ എല്ലാ കൺട്രികളിലേക്കും പോകത്തില്ല, ചില കൺട്രികളിൽ മാത്രം അത് പാർഷ്യലി ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ഇവിടെ ഈ യെല്ലോ ഐക്കോൺ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ ഈ യെല്ലോ ഐക്കോൺ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല പർട്ടിക്കുലർ വീഡിയോയ്ക്ക്. ആ പർട്ടിക്കുലർ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ലിമിറ്റഡ് പൈസ മാത്രം, ലിമിറ്റഡ് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ. ഇതാണ് ഈ യെല്ലോ ബട്ടൺ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഗ്രേ ബട്ടൺ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ലിമിറ്റേഷൻ. ഒന്ന് താഴേക്ക് വന്ന്, ഗ്രേ എന്ന് പറഞ്ഞാൽ an informational notice that does not currently result in immediate limitations. എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ വീഡിയോയിൽ ചെറിയ എന്തോ പ്രശ്നമുണ്ട്, പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഉടൻ തന്നെ നമുക്ക് അവർ ബ്ലോക്കേജോ അല്ലെങ്കിൽ ലിമിറ്റഡ് ഏർണിങ്സോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും അയക്കുകയും ചെയ്യും, ഫുൾ പൈസ, ഫുൾ മോണിറ്റൈസേഷൻ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതൊരു ഇൻഫർമേഷനാണ്, പിന്നീട് ഇതിൽ പ്രശ്നങ്ങൾ വന്നെന്ന് വരാം. അതുപോലെ തന്നെ ഈ നോട്ടീസസിനുള്ളിൽ ഒരു ബട്ടൺസും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഹൈഫൻ മാത്രമാണ് കാണിക്കുന്നത്, അതല്ലെങ്കിൽ അവിടെ നോട്ടീസേ കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒട്ടുമേ പേടിക്കണ്ട. കാരണം ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ഡോളർ സൈൻ കാണിക്കുന്നില്ല. അപ്പോൾ അവിടെ ഡോളർ സൈൻ ചിലപ്പോൾ കാണിക്കത്തില്ല, പക്ഷേ നിങ്ങളുടെ ഈ വീഡിയോ മറ്റു ബട്ടൺസ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അതിൽ മോണിറ്റൈസേഷനും ഉണ്ട്, അത് എല്ലാവരിലേക്കും പോവുകയും ചെയ്യും, അതിൽ നിന്നുള്ള കംപ്ലീറ്റ് പൈസയും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ ഡോളർ സൈൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അതുപോലെ ഓരോ വീഡിയോയുടെയും ഈ ഡീറ്റെയിൽസ് കാണിക്കുന്നതിനോടൊപ്പം അവിടെ ഒരു പുതിയ കാര്യം കൂടി യൂട്യൂബിന് ആഡ് ചെയ്യും, എസ്റ്റിമേറ്റഡ് റവന്യൂ എന്ന് പറഞ്ഞിട്ട്. അതിൽ ആ ഒരു വീഡിയോയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എസ്റ്റിമേറ്റഡ് റവന്യൂയും യൂട്യൂബിന് മുതൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ കാണിക്കും.
ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും വയലേഷൻസും കാര്യങ്ങളും ഉണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ ഇതും യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ ഇനി മുതൽ യൂട്യൂബ് കാണിക്കും. അതായത് ഇവിടെ നോക്ക്, ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള നമ്മുടെ ചാനൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ചാനൽ വയലേഷൻസ്, അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കോ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. കിട്ടിയിട്ടുള്ളവർക്ക് അതവിടെ കാണിച്ചിരിക്കും. രണ്ടാമത്തെ താഴെ നോക്കിയേ, എബിലിറ്റി ടു ഏൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഇവിടെ നോക്ക്, യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം. എൻ്റെ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ഓണാണ്, അത് ടിക്കായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ആഡ്സൻസ് അക്കൗണ്ട്, എൻ്റെ ആഡ്സൻസ് അക്കൗണ്ടിൽ ഒരു പ്രശ്നമില്ല, കണക്റ്റഡ് ആണ്, അതുകൊണ്ട് അതും ടിക്കായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും ഇനി മുതൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതുപോലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരുപാട് പേര് ഇപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നോട്ടീസസ് എന്ന് പറഞ്ഞു വരുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് ചാനലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ നോട്ടീസസിനുള്ളിൽ കാണിക്കും. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അവിടെ ഒരു ഡാഷ്, ഒരു ഹൈഫൻ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ യൂട്യൂബ് സ്റ്റുഡിയോയിലെ മറ്റ് കാര്യങ്ങളും ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി ഇനി മുതൽ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇതേപോലെ ആയിരിക്കും ഇനി മുതൽ കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.